അമേരിക്കയുടെ അധിനിവേശ സ്വഭാവത്തെ അംഗീകരിക്കാത്ത അറേബ്യൻ നാടുകളിലെ വിമത വിഭാഗക്കാരുണ്ട്. അവർ മെല്ലെ മെല്ലെ ശക്തി ആർജിച്ചു വരികയാണ്. ഇറാനോട് കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന GCC രാജ്യങ്ങളിലെ വിമത വിഭാഗങ്ങളുടെ സംഘടിത നീക്കമാണോ എന്നത് സംശയിക്കത്തക്ക രീതിയിൽ US എംബസികൾക്ക് നേരെയും US-ന്റെ എയർബേസുകൾക്ക് നേരെയുമുള്ള അതിശക്തമായ ആക്രമണം വലിയ തോതിൽ നടത്തുകയാണ്. GCC രാജ്യങ്ങളാകെ അങ്കലാപ്പിലായിരിക്കുന്ന സാഹചര്യം കൂടിയാണിത്. GCC രാജ്യങ്ങൾ അമേരിക്കയോട് തുടർന്നും കഴിയില്ല എന്നറിയിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ കളി അവസാനിക്കും. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ റഷ്യയും ചൈനയുമെല്ലാം ഇപ്പോൾ പരിപൂർണമായി അമേരിക്കയുടെ ആധിപത്യം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയുടെ ഏകാധിപത്യ നിലപാടുകളെ ശക്തമായി ചോദ്യം ചെയ്യാൻ GCC രാജ്യങ്ങൾക്ക് കെൽപ്പുണ്ടാകട്ടെ എന്നാണ് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. എല്ലാ രാജ്യങ്ങളെയും ഒന്നിച്ചു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. തുർക്കി അതിന് മധ്യസ്ഥത വഹിക്കണമെന്ന രീതിയിലാണ്. നമുക്കറിയാം ഇറാനും റഷ്യയും തമ്മിലുള്ള സാഹോദര്യം. അത് നീണ്ടുപോകുമ്പോൾ അത് മികച്ച രീതിയിലുള്ള മുന്നേറ്റമായി പരിണമിക്കുമ്പോൾ ഉർദോഗന്റെ പങ്ക് വളരെ വലുതാണ്. തുർക്കി സാധാരണഗതിയിൽ പാകിസ്ഥാന് വേണ്ടി റാൻ മൂളുന്ന ഒരു ഏജന്റ് പോലെയാണ്. തുർക്കി ഇപ്പോൾ യൂറോപ്യൻ രാജ്യം എന്ന രീതിയിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പലതിലും ഒരു പുതിയ ശരിയുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ കാണിച്ച നെറുകേടിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ US-നെതിരെ നയങ്ങൾ കടുപ്പിച്ചുകൊണ്ട് റഷ്യയും ഇറാനും നടത്തുന്ന തീരുമാനങ്ങളെ ഔദ്യോഗികമായി അംഗീകരിച്ച് ഉർദോഗൻ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചാണ്. അത് ഒരു പുതിയ രാജ്യതന്ത്രമായി തന്നെ കണക്കാക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് രാജ്യങ്ങളിൽ വിമത പട അവർ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. ചെറുതും വലുതുമായ 40-ലധികം സ്ഫോടനങ്ങൾ നടന്നു കഴിഞ്ഞുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരികയാണ്. ഈ മണിക്കൂറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഒരു രീതിയിലും കെട്ടടങ്ങാൻ താൽപ്പര്യപ്പെടുന്നില്ല. തീമഴ പെയ്യ്ക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഇറാൻ കൂടുതൽ കരുതാർജിക്കുന്നതല്ലാതെ അവരെ ക്ഷയിപ്പിക്കാനോ അവരെ വശംവദരാക്കാനോ കഴിയുന്നില്ല. ഫോർമോസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ തുനിഞ്ഞില്ലെങ്കിൽ പോലും യുദ്ധത്തിന് വിരാമമിടാൻ തയ്യാറായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവസ്ഥ നമുക്കറിയാം. ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. പരസ്പര വൈരുദ്ധ്യമാകുന്ന വാചകങ്ങളടിച്ച് പിടിച്ചു നിൽക്കുകയാണെന്ന് മാത്രം. ഒരു ബിസിനസ്സുകാരൻ എന്നതിനപ്പുറത്തേക്ക് ട്രംപ് കൃത്യമായി നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പക്വമായ തീരുമാനങ്ങൾ സാധാരണ എടുക്കാറില്ല. അത് അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ട് പിൻകാലത്ത് വരുമെന്ന് മനസ്സിലാക്കിയാണ് അവിടുത്തെ സാധാരണക്കാർ തെരുവോരങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ GCC രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു എന്നതാണ് ഈ യുദ്ധം കൊണ്ട് ഇറാനുണ്ടായ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്.